കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണ്ടെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സരിയും ശാരിയും കൂടെ കൂടി പ്രകാശനെയും വിക്രത്തിനെയും കൂടെ ഫോഴ്സ് ചെയ്യുവാണ് കേസ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. പിന്നീട് പ്രകാശം പറഞ്ഞു, ശരിയാ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാ, എത്രയും പെട്ടെന്ന് കൊണ്ട് കേസ് കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, അല്ല കേസിനൊക്കെ പോണോന്ന് ചോദിക്കുകയാണ്. സരിയ പറഞ്ഞു, അതെന്താ കേസിന് പോയാല്? അല്ല, അവൾക്ക് ഒത്തിരി പിടിപാടൊക്കെ ഉള്ളതല്ലേ, അവൾ എങ്ങനെയാണല്ലോ ഊരിപ്പോന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി പറഞ്ഞു, നീ എന്തൊക്കെയാ വിക്രം ഈ പറയണേ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അവൾക്ക് എത്ര പിടിപാടുണ്ടെങ്കിലും അവള് ചെയ്ത തെറ്റ് എല്ലാരും കണ്ടുകൊണ്ടിരുന്നല്ലേ, നിന്റെ കർണത്തിനിട്ട് അടിക്കുന്ന ആൾക്കാർ കണ്ടതല്ലേ, അപ്പൊ കുറെ സാക്ഷികളൊക്കെ ഇല്ലേന്ന് ചോദിക്കണം. അതൊക്കെ ഉണ്ട്. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഇവൻ കൊണ്ടേ പരാതി കൊടുത്തോളൂ, ഇപ്പൊ തന്നെ പരാതി കൊടുത്തോളൂ, ഇവന്റെ ഒപ്പം ഞാനും കൂടെ പോകുമെന്ന് പറയണ. സരിയ പറഞ്ഞു, ഒരു ദിവസം അവള് ജയിലിൽ കിടക്കണം, അത് കാണാനായിട്ടാ എനിക്കൊരാഗ്രഹം എന്ന് പറയണം. എന്നാ ശരി എന്നും പറഞ്ഞിട്ട് പ്രകാശനും വിക്രമും അങ്ങോട്ട് പോവാണ്. ശാരി സരയനോട് പറഞ്ഞു, അത് മോളെ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന് ചോദിക്കാം. അതിനെന്താമേ, ഉറപ്പായിട്ടും നടക്കും. അവളുടെ അഹങ്കാരത്തിന് വരെ അറുതി വരും. അവൾ നിലത്തും കൊല്ലായിരുന്നില്ല നിന്നത്, ഇനിയാണ് അവൾക്കിട്ട് പണി കിട്ടാൻ പോകുന്നത്. എനിക്ക് ആ കാഴ്ചയൊന്ന് കാണണം അമ്മയെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പരാതി കൊടുക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് എത്തുവാണ് വിക്രമും പ്രകാശനും കൂടെ കൂട്ട്. കാരണം പഴയ എസ് ഐ തന്നെയാണ്. ആ എസ് ഐക്ക് നന്നായിട്ട് വിക്രത്തിനെ അറിയാവുന്ന. അങ്ങനെ പരാതി കൊടുക്കാൻ ചെന്ന് കഴിയുമ്പത്തേനും എസ് ഐ എന്താ വന്നേന്ന് ചോദിക്കുകയാണ്. സാർ, ഞങ്ങളുടെ പരാതി തരാനായിട്ട്. പരാതി തരാനാണോ, ഇനിയിപ്പോ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി ഇവിടെ തന്നിട്ടുണ്ടോ, അതുകൊണ്ട് വന്നാണോ എന്ന് ചോദിക്കണം. സാർ ഇങ്ങനത്തെ വർത്താനൊന്നും പറയില്ലേ, എന്റെ മോൻ വിക്രം, അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, അവന്റെ മുഖം കണ്ടില്ലേന്ന് ചോദിക്കുക. അല്ലടാ, ഇതെന്ത് പറ്റിയാ, വല്ല ഈച്ചയും കുത്തിയോന്ന് ചോദിക്കണം. ഈച്ച കുത്തിയില്ല സാറേ, ആ കല്യാണി ഉണ്ടല്ലോ, അവൾ എന്റെ മോനെ തല്ലി ചതച്ചാന്ന് പറയണ്. കല്യാണിയോ? അതിവന്റെ പെങ്ങളല്ലേന്ന് ചോദിക്കണം. പെങ്ങള്, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കും എന്റെ സാറേ ഭേദം. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കണ്ട. ഇതിനെതിരെ സാർ ഒരു പരാതി സ്വീകരിക്കണമെന്ന് പറയാം. നല്ല കഥയായിപ്പോയി. കല്യാണി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണം ഉണ്ടാവും. വെറുതെ കല്യാണി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ലല്ലോ പ്രകാശാന്ന് ചോദിക്കുകയാണ്. ഓ, സാറിനെപ്പോഴും അവളെ വിശ്വാസമല്ലേ സാറേ, ഞങ്ങൾ പരാതി തരാൻ വന്നാ. എന്നാ ശരി, പരാതി അങ്ങ് തരാൻ പറയാണ്. പരാതി അങ്ങ് വാങ്ങിക്കുവാണ്. വായിച്ചു നോക്കണം. കൊള്ളാലോ, ഇത് കല്യാണിക്കെതിരെയാണല്ലോ എന്ന് പറയാണ്. അല്ല, നിങ്ങൾ ഇമാതിരി നിനക്കിട്ട് ഒരെണ്ണം തന്നെങ്കില് കാരണം കാണുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം സോണിയുടെ വീട്ടില്, ഈ പറയുന്ന കല്യാണിയുടെ അനിയത്തിയുടെ വീട്ടിൽ ഒരു മോഷണ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവരുടെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ആരൊക്കെയോ ചേർന്നവിടെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നീ വല്ലതും ആണോട് ആ പരിപാടി ചെയ്തേന്ന് ചോദിക്കണം. സാറിനറിയാലോ, ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ലെന്ന് പറയാം. കള്ളത്തരം പറഞ്ഞ അതേ കാലം നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല മോനെ. കാരണം നിന്റെ പേര് ഇവിടെ ഉള്ളതാ. നീയും പല മോഷണങ്ങളും നടത്തിയിട്ടുണ്ടല്ലോ, മാല പറിക്കാൻ തുടങ്ങി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പൊ അതിന്റെ പേരിൽ എങ്ങനെയും ആണോടാ കല്യാണി നിന്നെ എടുത്തിട്ട് പെരുമാറിയെന്ന് ചോദിക്കുകയാണ്. വിക്രത്തിന് മനസ്സിലായി, ഇനിയിപ്പം ഈ എസ് ഐ എങ്ങനെ തന്നെ കുറിച്ച് അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും എന്നുള്ള കാര്യം. പ്രകാശം പറഞ്ഞു, സാറിന് അറിയത്തില്ലാഞ്ഞിട്ടാ, ആ കല്യാണി ഉണ്ടല്ലോ, അവളൊരു വിഷവിത്താന്ന് പറയണ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. എസ് ഐ പറഞ്ഞു, അത് എനിക്കറിയാവുന്നത്ര നിനക്കറിയത്തില്ല മോനെ. ഞാൻ കല്യാണി കണ്ടിടത്തോളം അവള് നല്ലൊരു പെൺകുട്ടിയാ, ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നവരല്ല. പക്ഷെ നിങ്ങൾ രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ ഭാരമായിട്ട് ഇരിക്കുന്നവരല്ലേന്ന് ചോദിക്കണം. ശരി, ഈ പരാതിയും കൊണ്ട് വന്നതല്ലേ, സ്വീകരിച്ചില്ലെന്ന് വേണ്ട, രണ്ടുപേരും പൊക്കോ, ഇതിന് വേണ്ട നടപടികൾ എന്താന്ന് വെച്ചാൽ ഞാൻ എടുത്തോളാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വക്കീലും കല്യാണിയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ കല്യാണിയോട് നിൽക്കണം. നീയോ? എനിക്കറിയാടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ളേ, എനിക്കെതിരെ വല്ല പരാതിയും കൊടുക്കാനായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അപ്പൊ വിക്രം മനസ്സിൽ കിടന്നുണ്ട്, ഇവളെങ്ങനെ ഇതങ്ങ് മനസ്സിലാക്കി? എടാ, നിനക്കിട്ട് ആ അടിയൊന്നും പോരായിരുന്നു, നിന്നെ കൊന്നു കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. പക്ഷെ ഞാൻ ആയതുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറയണം. ഇത് മിണ്ടാതെ പോടിന്ന് പറയണം. നിനക്കിപ്പോ ഇച്ചിരി പൈസ ആയെന്ന് ഓർത്തോട് കൂടുതൽ എന്റെ മേലെ കോലുകാലം വന്നാണ്ടല്ലോ, നിന്നെ ഞാനങ്ങ് തീർത്ത് കളഞ്ഞേക്കുന്ന വിക്രം പറയണം. ഇത് കേട്ട കല്യാണം അത്രയ്ക്ക് ചോറാണ്, നീ ചെയ്യടാ, അന്നെങ്കിൽ നീ ആണാന്ന് പറയാം. നമ്മൾ രണ്ടും ഒരേ ചോര തന്നെയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെപ്പോലെ ഒരു വിഷജന്തുവിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിന്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് എത്ര ആള് നീ ഈ ജന്മത്തിൽ നന്നാൻ പോയില്ലടാ, നീ നിന്റെ അച്ഛൻ എന്ന് പറയണം. ഇത് കേട്ട പ്രകാശൻ അങ്ങ് നൊന്തു. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ എന്ത് അനാവശ്യം പറഞ്ഞേ, ഞാനുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ഇവനെ ഒരിക്കലും നിങ്ങൾ നന്നാവാൻ സമ്മതിക്കില്ല, നിങ്ങൾ ഇവനെ ചീത്തയായിക്കൊണ്ടിരിക്കണേന്ന് പറയണം.
പ്രകാശം പറഞ്ഞു, നീ കൂടുതൽ അങ്ങോട്ട് കിടന്ന് ചിരക്കണ്ട. നീ ഈ ചിരക്കുന്ന എന്തിന്റെ ബലത്തിലോ ആരുടെ ബലത്തിലാന്നൊക്കെ എനിക്കറിയാം. അധികം വൈകാൻ നിന്നെയൊക്കെ കാണിച്ചു തരുമെന്ന് പറയണം. അല്ല, നിങ്ങൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ തൊടാൻ പോലും സാധിക്കില്ലെന്ന് പറയണം. അതെല്ലാം കൈ ചൂണ്ടിക്കൊണ്ടാ പറയുന്നേ. കൈ ചൂണ്ടി സംസാരിക്കാൻ താഴെ ഇടറിയെന്ന് പറയണം. അതെ, ഇപ്പോഴല്ല, ഇനി എപ്പോഴും ഞാൻ കൈ ചൂണ്ടി സംസാരിച്ചു നിൽക്കും. അതൊക്കെ എന്റെ ഇഷ്ടമെന്ന് പറയണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു. തടയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തടഞ്ഞോളാൻ പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കല്യാണി വക്കീലിനും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ SI പറഞ്ഞു, കല്യാണി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അല്ല കല്യാണി, ശരിക്കും എന്താ സംഭവിച്ചത്? കല്യാണി പറഞ്ഞു, സോണി ഉണ്ടല്ലോ, കിരണേട്ടന്റെ പെങ്ങള്, അവളെ ഇല്ലാതാക്കാണ്ട് അവന് പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. അത് നടന്നില്ല. ഇപ്പോഴാണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഒരു പക്ഷേ ആൽബിയേട്ടനെ അടിച്ചിട്ടിട്ട് അവനെ സ്വർണ്ണമൊക്കെ കവർന്നുകൊണ്ട് പോയത്. എനിക്ക് ഉറപ്പുണ്ട് സാറേ, അത് അവൻ തന്നെ ചെയ്താന്ന് പറയണം. അപ്പൊ അതിന്റെ പേരില് ഞാൻ അവനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരില സാറേ ഞാൻ അവനിട്ട് തല്ലു കൊടുത്തതെന്ന് പറയണേ. എനിക്കറിയാം കല്യാണി. കല്യാണി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇതിന്റെ പുറകിൽ അവനുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ട് ഞാൻ അകത്താക്കിയിരിക്കും. കല്യാണി ധൈര്യമായിട്ടിരുന്നോളാൻ പറയണം. അങ്ങനെ SIയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കല്യാണി തിരികെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കിരൺ ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കല്യാണി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ല. അത്രയ്ക്ക് ദുഷ്ടനാ നിന്റെ ആങ്ങള. കല്യാണി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, അവനിട്ട് നല്ല പണി തന്നെ കിട്ടണം. പക്ഷെ കല്യാണി, നമുക്കൊരു വക്കീലിനെ പോയി കാണണ്ടെന്ന് ചോദിക്കും. വക്കീലിനെ എന്തിന്? ഒരു വക്കീലിന്റെ ആവശ്യമില്ല കിരണേട്ടാന്ന് പറയും. എന്താ ആവശ്യമില്ലാത്ത? അതെ, ഈ കേസിന്ന് എനിക്ക് വിട്ടാൽ തരെ ഞാൻ ബാധിച്ചോളാന്ന് പറയണ. കല്യാണി, അതെങ്ങനെ? നിനക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവോ? അതിന് പ്രൊസീജിയേഴ്സ് ഒക്കെ അറിയാവോ? പിന്നെ നീ നിനക്ക് വേണ്ടി എങ്ങനെ വാദിക്കണേന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം. എന്റെ കയ്യിൽ അതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവനെതിരെയുള്ള. ഇനി അവൻ പുറലോകം കാണില്ല എന്ന് പറയണം. കിരൺ എന്നാലും ഒരു സംശയം. കല്യാണി വലിയ വലിയ വക്കീലുകളൊക്കെ ആയിരിക്കും ബാധിക്കാൻ വരുന്നത്. ക്രിമിനൽ വക്കീലൊക്കെ ആയിരിക്കും ബാധിക്കാൻ വരുന്നത്. അവര് ബാധിച്ചൊരു പക്ഷെ പുഷ്പം പോലെ കാര്യങ്ങളൊക്കെ നടക്കും. നീ അകത്താവെന്ന് പറയാ. ഒരു കാരണവശാലും ഇല്ല കിരണേട്ടൻ അറിയാലോ, ഞാൻ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടേ അടങ്ങുള്ളൂ. എനിക്ക് അത്രയ്ക്ക് പകയും ദേഷ്യമുണ്ട് അവനോട്. എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കോടതി വിളിച്ചു പറയണം. അതിപ്പോ അതിനു വേണ്ടി ഒരു ഇന്റർമീഡിയറ്റിന്റെ ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പറഞ്ഞ് ജയിക്കാവുന്നുള്ളൂ. കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. അങ്ങനെ കിരണിന് വേണം ധൈര്യമൊക്കെ കല്യാണി കൊടുക്കുവാണ്. ആ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.